നമസ്കാരം. PV അൻവറിന്റെ തുറന്നു പറച്ചിലുകൾ CPM-നെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുമ്പോൾ അൻവറിന്റെ പിന്നിൽ നിന്നും കളിക്കുന്നവർ ആരൊക്കെ എന്ന ചോദ്യം പാർട്ടിയിൽ ഉയർന്നു വരികയാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനാണ് അൻവറിനു പിന്നിലെന്ന സംശയം CPM-ലെ വലിയൊരു വിഭാഗം ആദ്യമേ ഉയർത്തിയതാണ്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും പുകച്ചു പുറത്തു ചാടിച്ചവരെ പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അൻവറിന് EP-യുടെ പിന്തുണ കിട്ടുന്നുണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ ഇപ്പോഴിത് ആ സംശയം EP-യിൽ നിന്നും കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളിലേക്ക് വഴിമാറി. അൻവർ ചർച്ചയാക്കുന്ന വിഷയങ്ങളിൽ കോടിയേരിയും കൂടി എത്തിയതാണ് ഇതിന് കാരണം. കോടിയേരിയുടെ മൃതദേഹത്തോട് പിണറായി വിജയൻ ചെയ്ത ക്രൂരത തുറന്നടിച്ച അൻവറിന്റെ വാക്കുകൾ ഈ സംശയത്തിന്റെ ആക്കം കൂട്ടുകയാണ്. ഇതിന് പിന്നാലെ വിനോദിനി ബാലകൃഷ്ണൻ നടത്തിയ പരോക്ഷ ആരോപണങ്ങളും ഈ സംശയം ബലപ്പെടുത്തുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള തിരുവനന്തപുരത്തെ CPM നേതാവും അൻവറുമായി വലിയ രീതിയിൽ സൗഹൃദമുണ്ട്. പലപ്പോഴും തിരുവനന്തപുരത്തെ ഈ നേതാവിന് വേണ്ടി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടാറുമുണ്ട്. ഈ നേതാവിന്റെ നീക്കങ്ങളും CPM നിരീക്ഷിക്കുന്നുണ്ട്. കോടിയേരിയുടെ മകന്റെ അടുത്ത സുഹൃത്തായ ഈ നേതാവും അൻവറിനെ പരസ്യമായി പല ഘട്ടങ്ങളിലും പിന്തുണച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട്. ഈ നേതാവിനെ ഒരു CPM രക്തസാക്ഷി പരിവേഷത്തോടെ പലപ്പോഴും അൻവർ അവതരിപ്പിക്കാറുമുണ്ട്. ഇത്തരം അൻവറിന്റെ പാർട്ടി ബന്ധുത്വങ്ങളും CPM പരിശോധിക്കും. നിലവിൽ യുവ നേതാവ് അൻവറുമായി യാതൊരടുപ്പവും പുലർത്തുന്നില്ല എന്നാണ് പാർട്ടിയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. എങ്കിലും സൂക്ഷ്മ നിരീക്ഷണം തുടരാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. EP ജയരാജന്റെ നീക്കങ്ങളും CPM കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതിനൊപ്പം അൻവറുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തരെയും കണ്ടെത്താൻ സംവിധാനം ഒരുക്കിയിട്ടുമുണ്ട്. ഇതെല്ലാം അൻവറിനും അറിയാം. അതുകൊണ്ട് തന്നെ പരമ രഹസ്യമാണ് നീക്കങ്ങൾ. നിലമ്പൂരിലെ പൊതുയോഗം വിജയിക്കില്ല എന്ന് കണ്ടാൽ അൻവർ മാറ്റിവെക്കാനും സാധ്യതയുണ്ട്. ചില സമുദായ സംഘടനകൾ അൻവറിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. എന്നാൽ പിണറായിയുടെ കോപമുണ്ടാകുമെന്നതിനാൽ അവരും ആലോചനകളിലാണ്. മുസ്ലിം ലീഗും അതിൻ്റെ ഉന്നത നേതാക്കളും അൻവറിനെ താരമാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. നിലമ്പൂരിൽ മാത്രമായി അൻവറിനെ ചുരുക്കണമെന്ന ആഗ്രഹമാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ സമ്മേളനത്തിൽ അൻവറിന് മുന്നിൽ പ്രതിസന്ധികൾ ഏറെ. അതുകൊണ്ടാണ് വർഗീയതയുടെ ഇരയാണ് താനെന്ന് വരുത്താനുള്ള അൻവറിന്റെ ബോധപൂർവമായുള്ള ശ്രമം. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായാലും അറസ്റ്റ് വന്നാലും രക്തസാക്ഷി പരിവേഷം ഈ പ്രചരണത്തിലൂടെ നേടാനാകും. ഇതിനുവേണ്ടിയാണ് തന്ത്രം മാറ്റിപ്പിടിക്കുന്നത്. അതേസമയം പാർട്ടി പ്രവർത്തകരുടെ ഹൃദയം എന്നോടൊപ്പമാണ് എന്ന് അൻവർ പറയുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഭയപ്പെടുത്താനാണ് നീക്കം. മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് അത് തെറ്റാണ് എന്ന് അറിയാം. പ്രവർത്തകർ നിർബന്ധിത സാഹചര്യത്തിലാണ് ചെയ്യുന്നത്. സത്യമൊരിക്കൽ പുറത്തു വരും. പ്രവർത്തകരെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തുകയാണ് നേതൃത്വം ചെയ്യുന്നത് എന്നും PV അൻവർ കൂട്ടിച്ചേർത്തു.